കേരള രൂപീകരണത്തിന് ശേഷമാണ് ആർ ശങ്കറെ പറ്റിയും അതുപോലെ ഈഴവ സമുദായത്തെക്കുറിച്ച് ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് മന്നത്ത് പ്രസംഗിച്ചിട്ടുള്ളത്. അത് ചരിത്രരേഖകളിലുള്ള കാര്യമാണ്. അതായത് കേരള രൂപീകരണത്തിന് ശേഷം NSS അതിൻ്റെ ഒരു നവോത്ഥാന രൂപം. മുമ്പ് ക്ഷേത്രപ്രവേശന വിളംബരത്തിലും വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ NSS പങ്കാളിയായിരുന്നെങ്കിൽ കേരള രൂപീകരണത്തിന് ശേഷം വളരെ പെട്ടെന്ന് റിഗ്രസീവ് ആവുന്നതാണ് കാണുന്നത്. വിമോചന സമരത്തിൽ പങ്കെടുക്കുന്നു, ഈഴവർക്കെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയുന്ന ഒരു പാർട്ടി അത് മാറി. പക്ഷേ SNDP അപ്പോഴും അതിൻ്റെ ഒരു മൂല്യം കാത്തു സൂക്ഷിച്ചിരുന്നത്. എവിടെ വരെയെന്ന് അറിയോ? വെള്ളാപ്പള്ളി സെക്രട്ടറി ആവുന്നവരെ. വെള്ളാപ്പള്ളി സെക്രട്ടറി ആയതിനു ശേഷമാണ്. അപ്പോൾ NSS അതിൻ്റെ തുടക്കകാലം മുതൽ മന്നത്ത് പത്മനാഭനെ കാണാൻ ഗുരുജി ഗോൾവാർക്കർ വന്നിട്ടുണ്ട് അസുഖബാധിതനായി കിടക്കുമ്പോൾ. അവർ തമ്മിൽ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ NSSന് ഒരു ഹിന്ദുത്വ ലൈൻ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. SNDPക്ക് അതുണ്ടായിരുന്നില്ല. SNDPക്ക് ലൈൻ വരുന്നത് വാജ്പേയി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്ഥാപനങ്ങൾ CBI റെയ്ഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു RSS അടുപ്പം SNDPക്ക് വരുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ BDJS വരെ എത്തി നിൽക്കുന്നതിൻ്റെ ഒരു മാറ്റവും കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ നായാടി മുതൽ നസ്രാണി വരെയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ കോയിനേജാണ്. NSS അത് പറയുന്നില്ല, സുകുമാരൻ നായർ പറയുന്നില്ല. അതുപോലെ തന്നെ സുകുമാരൻ നായർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഐക്യത്തിൽ NSSൻ്റെ കോർ വാല്യൂ ഞങ്ങൾ നഷ്ടപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള അടിസ്ഥാന മൂല്യം എന്ന് NSS പറയുന്ന സമദൂര സിദ്ധാന്തമാണ്. അതായത് ഈ ഐക്യം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളോട് അലൈൻ ചെയ്യാൻ NSS തയ്യാറില്ല എന്നാണ് പറയാതെ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി പറയാത്തത് സുകുമാരൻ നായർ പൂരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ കുറേ അധികം വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ വ്യത്യാസങ്ങൾ ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം സംവരണമാണ്. സംവരണ വിഷയം SNDP കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല, സുകുമാരൻ നായർ പറയുകയാണ്. അതായത് മുന്നാക്ക സംവരണത്തോടുള്ള EWS സംവരണത്തോടുള്ള SNDPയുടെ എതിർപ്പ് ഇപ്പോൾ ഇല്ല എന്ന് സുകുമാരൻ നായർ പറയുന്നു. അപ്പോൾ ഞങ്ങൾക്കിടയിൽ കീ ഡിഫറൻസിലൊന്ന് ഇല്ലാതായിരിക്കുന്നു. സാധാരണ രീതിയിൽ ഇതിനു മുമ്പ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഒരു ഐക്യശ്രമം ഉണ്ടായിരുന്നു. ആ ഐക്യശ്രമം പരാജയപ്പെട്ടത് അതിനു മുമ്പ് 70കളിലെ ഐക്യശ്രമം. 70കളിൽ രണ്ട് പാർട്ടികൾ ഒരു മുന്നണിയിലായിരുന്ന സമയമുണ്ട്. പിന്നെ ഈ മന്നത്ത് പത്മനാഭൻ്റെ ആർ ശങ്കറിൻ്റെ കാലത്തുണ്ട്. ഇവിടെയെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് സംവരണം. രണ്ടാമത് വരുന്നത് ദേവസ്വം ബോർഡിലെ പ്രാതിനിധ്യമാണ്. അപ്പോൾ ദേവസ്വം ബോർഡിലെ പ്രാതിനിധ്യം വെച്ച് നോക്കുമ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ സമുദായം എന്ന് പറയുന്നത് ഈഴവർ തന്നെയാണ്. പക്ഷേ ദേവസ്വം ബോർഡിൽ ഒരിക്കലും അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കാറില്ല. അതൊരു വസ്തുതയാണ്. 2014 ഏറ്റവും ഒടുവിലത്തെ ഐക്യശ്രമത്തിലും സംഭവിച്ചത് തന്നെയാണ്. ദേവസ്വം ബോർഡിലെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആണ് ഇതിലെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ സംവരണം SNDPക്ക് പ്രശ്നമല്ല. വെള്ളാപ്പള്ളി ഇപ്പോൾ അത് സംവരണ പ്രശ്നം ഉന്നയിക്കാറില്ല. ഇപ്പോൾ മുന്നാക്ക സംവരണം പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിയപ്പോൾ വെള്ളാപ്പള്ളി ഉൾപ്പെടെ അതിനോട് പ്രതികരിച്ചിരുന്നു. എങ്കിൽ പോലും ആ പ്രതികരണത്തിൽ അദ്ദേഹം പിന്നോട്ട് പോയി.